ഹലോ, നമുക്കിന്നൊരു 2 kg ക്യാരറ്റ് ഈന്തപ്പഴം കേക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ 250 ml കപ്പിൽ 3 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്തതും 1.5 കപ്പ് ഈന്തപ്പഴം ചോപ്പ് ചെയ്തതും അതുപോലെ ഒരു 3/4 കപ്പോളം കാഷ്യൂനട്ട് ക്രഷ് ചെയ്തതും കൂടെ എടുത്ത് അതിലേക്ക് ഇതുപോലെ കുറച്ച് മൈദ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഈ സമയത്ത് തന്നെ നമ്മൾ ശരിക്കും ക്യാരമൽ സിറപ്പും ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ റെഡിമെയ്ഡ് ക്യാരമൽ സിറപ്പാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് സിറപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിലില്ലാത്തത് കേട്ടോ. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് 3 കപ്പ് മൈദയും 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും 3/4 ടീസ്പൂണോളം പട്ട ഗ്രാമ്പു പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് അരിച്ച് മാറ്റി വെക്കാം. ഒന്നെങ്കിൽ 3 പ്രാവശ്യം അരിക്കാം, നിർബന്ധമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് ഒരു വട്ടം അരിച്ച ശേഷം മിക്സ് ചെയ്ത് മാറ്റി വെച്ചാലും മതി. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായിട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 6 മുട്ട പൊട്ടിച്ചു വയ്ക്കുക. അതിലേക്ക് ഇതുപോലെ 1.5 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും ചേർത്ത് 2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് നമുക്ക് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഇതുപോലെ നന്നായി പതഞ്ഞ് ഫ്ലഫി ആയി വരണം. അതിൻ്റെ യെല്ലോ നിറമൊക്കെ പോയി ഒരു വൈറ്റിഷ് ടോൺ വരുന്നത് വരെ നമ്മളത് നന്നായി ഫുൾ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യണം. മുട്ടയുടെ കളർ ചേഞ്ചായി കൺസിസ്റ്റൻസിയും ചേഞ്ച് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ക്രീമി ടെക്സ്ചറായിട്ട് മാറിക്കഴിയുമ്പോൾ നമുക്ക് ബീറ്ററിൻ്റെ സ്പീഡ് ഫസ്റ്റിലോട്ടിട്ട് കുറച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഈസിയായിട്ട് ആഡ് ചെയ്യാം. ഇതുപോലെ ഫസ്റ്റ് സ്പീഡിലിട്ട് സൺഫ്ലവർ ഓയിൽ കുറച്ച് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്കിതിലേക്ക് ക്യാരമൽ സിറപ്പ്, റെഡിമെയ്ഡ് ക്യാരമൽ സിറപ്പാണിത്. ഇതിന് പകരം നമ്മൾ ഉണ്ടാക്കിയതായാലും ചേർത്താൽ മതി. ഇത് നമുക്ക് 2 ടീസ്പൂണാണ് ഞാനിതിവിടെ ആഡ് ചെയ്യുന്നത്. 2 കിലോ ആയതുകൊണ്ട് 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കളറ് ചേഞ്ച് ആയിട്ട് വരും. നമ്മൾ ചേർക്കുന്ന ക്യാരമൽ സിറപ്പ് ആണെങ്കിലും ഇതുപോലെ തന്നെയായിരിക്കും കളറ് ചേഞ്ച് ആയിട്ട് വരുന്നത്. ശേഷം ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ബീറ്റർ മാറ്റി വെച്ച് ഇനി നമുക്ക് ഒരു സ്പാച്ചില ഉപയോഗിച്ച് ഇതുപോലെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് ഞാനിപ്പോൾ വീഡിയോയ്ക്ക് ഒരല്പം സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. വളരെ സാവകാശം വേണം ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഇതുവരെ ബീറ്റ് ചെയ്തെടുത്തത് മൈദ ചേർക്കുമ്പോൾ താന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സാവകാശം ഇതുപോലെ ഓരോ ബാച്ചായി ചേർത്ത് അത് ഫുള്ളായിട്ട് മിക്സ് ആയ ശേഷം മാത്രം അടുത്ത ബാച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിലുള്ള കംപ്ലീറ്റ് മൈദയും ചേർക്കുമ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി വരും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ഈന്തപ്പഴവും അതുപോലെ കാഷ്യൂനട്ടും കൂടിയുള്ള ആ മിക്സ് നമുക്ക് ആഡ് ചെയ്യാം. അത് ഇതുപോലെ ബാച്ചായിട്ട് ഒരു 2-3 ബാച്ചായിട്ട് അതും ഇതുപോലെ നമുക്ക് ആഡ് ചെയ്ത് അതിലോട്ട് മിക്സ് ചെയ്തെടുക്കാം. പതുക്കെ ഫോൾഡ് ചെയ്ത് ഇതും നമ്മളതിലേക്ക് മിക്സ് ചെയ്ത് എടുക്കുക. നമുക്കിതൊരു 10 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാം. ഞാനിവിടെ സ്ക്വയർ ബേക്കിംഗ് ടിന്നാണ് യൂസ് ചെയ്യുന്നത്. 10 ഇഞ്ചിൻ്റെ സ്ക്വയർ ബേക്കിംഗ് ടിൻ. അത് നമ്മൾ ബട്ടർ പേപ്പർ എല്ലാം ഇട്ട് ഓയിലെല്ലാം ബ്രഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് ഇതിന് ബാറ്ററിനെ മാറ്റാം. ഡേറ്റ്സും ക്യാരറ്റും ഒക്കെ താന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പറ്റുകയാണെങ്കിൽ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ച് എയർ ബബിൾസിനെ റിമൂവ് ചെയ്യാം. ഞാൻ അധികം ടാപ്പ് ചെയ്തിട്ടില്ല. എയർ ബബിൾസ് ഇതുപോലെ റിമൂവ് ചെയ്ത ശേഷം നമുക്ക് ഇത് ഓവനിലേക്ക് മാറ്റാം. ഞാനിവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് ഇത് വെക്കുന്നത്. അതേ 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 1 അവറാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തത്. ഇത് വീട്ടിലൊരാവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. ഞാൻ ഇതുപോലെ മറ്റൊന്നും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മൊത്തം 4 കിലോ കേക്ക് ഉണ്ടാക്കി. ഒരു കേക്ക് ഇതുപോലെ നമ്മൾ പീസായി കട്ട് ചെയ്തെടുത്താൽ ഒരു 30-33 കഷ്ണത്തോളം നമുക്ക് കിട്ടുന്നുണ്ട്. സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള കേക്കായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഹാപ്പി ക്രിസ്മസ്.